ഇന്ത്യക്കെതിരെ മാത്യു സാമുവൽ നടത്തിയിരിക്കുന്ന പ്രസ്താവനയാണ് ഈ കാണുന്നത്. ഇന്ത്യയുടെ 5 വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടിരിക്കുന്നു എന്നുള്ള തരത്തിൽ ഇല്ലാത്ത ഒരു വ്യാജ പ്രചരണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന്റെ ചാനലുകൾ അടച്ചുപൂട്ടി. അപ്പോൾ എല്ലാ കാലത്തും വിദ്വേഷ പ്രസംഗം നടത്തുക, വിദ്വേഷ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മാത്യു സാമുവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് വിമാനങ്ങൾ വെടിവെച്ച് വിട്ടു എന്ന് പറയുന്നത് ഇല്ലാത്തൊരു കാര്യമാണ്. പാകിസ്ഥാൻ പോലും സ്ഥിരീകരിക്കാത്തതാണ്. ഇന്ത്യയുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി പാകിസ്ഥാന് നടന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ വലിയ രീതിയിലുള്ള പ്രാധാന്യ വിഷയമായിട്ടായിരുന്നു അവരത് കൊണ്ടാടാറുള്ളത്. ഈ കാര്യത്തിൽ അവർ പോലും സ്ഥിരീകരിക്കാത്തൊരു സംഭവം മാത്യു സാമുവൽ പറയുന്നു. അങ്ങനെ ഈ വെറുപ്പിന്റെ ചാനലിലൂടെ ഇത്തരം വിദ്വേഷ വീഡിയോകൾ പ്രചരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇത് അടച്ചുപൂട്ടി ഇപ്പോൾ അങ്ങനെ ഒരു ചാനൽ ഉള്ളതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. മുഹമ്മദ് ഷബീർ എന്ന് പറയുന്ന വക്കീലാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പരാതി നൽകുന്നത്. അത് അന്വേഷണത്തിൽ അത് ബോധ്യപ്പെടുകയും അങ്ങനെ ചാനൽ അടച്ചുപൂട്ടാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. അഭീത ബന്ധത്തിലൂടെ യേശുക്രിസ്തു ജനിച്ചു എന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് മുൻപ് ഇദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഒരു പ്രചാര കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ചില മീഡിയകളൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത്തരം വിദ്വേഷവും പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കുക, പരസ്പരം അകൽച്ച ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ മുൻപേ ചെയ്തു കൂട്ടിയിരിക്കുന്നു. അതെല്ലാം കൂടി എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് സമാധാനപരമായ